ഹായ് കൂട്ടുകാരെ, പൊന്മുടിയിലേക്കുള്ള ഒരു ചെറിയ യാത്രാ വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. അങ്ങനെ നമ്മൾ പൊന്മുടി കയറ്റം കയറാൻ പോവുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് പൊന്മുടിയിലോട്ട് കയറ്റം കയറുന്നതിൻ്റെ എൻഡിൽ വന്നിങ്ങനെ ഇനി മുകളിലോട്ടാണ് പോകുന്നത്. മുകളിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. ഹലോ ഗൈസ്, നമ്മൾ പൊന്മുടി പോകുന്നതിൻ്റെ ഉദ്ദേശം ഇത്തിരി തണുപ്പ് മോഹിച്ചാണ്. അവിടെ ചെല്ലുമ്പോൾ എന്ത് ക്ലൈമറ്റാണെന്ന് നമുക്കറിയത്തില്ല. കാരണം ചൂടിൻ്റെ അതികഠിനമായ ചൂട്. പിന്നെ എൻ്റെ ഈ കോലം കണ്ടിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തരുത്. യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പൊതുവെ ഉള്ളതാണ്. എൻ്റെ മുടിയും എൻ്റെ മോന്തയൊക്കെ ഒരുമാതിരിയാകും. കാരണം ഞാനങ്ങനെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല. ആകെ ഇടുന്ന ഒരു സൺസ്ക്രീമും ഒരു ഫെയർ ആൻഡ് ലവ്ലിയാണ്. അതേ ഇടാറുള്ളൂ. വേറെ ക്രീമുകളൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ പിന്നെ ഇവളാണ് ഇപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് എന്നെ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇടിയിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഈ കുരിഷ്ട് കണ്ട മേക്കപ്പിന് ബെസ്റ്റാണ്. പക്ഷേ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല മേക്കപ്പ്. ഓക്കെ, അപ്പം നമുക്ക് പൊന്മുടിയിലെ കാലാവസ്ഥ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. ഹലോ ഗൈസ്, ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്. പക്ഷേ അരുവി എന്ന് പറയാനേ ഉള്ളു. അപ്പം നമ്മളിനി അടുത്തത് കയറാൻ പോകുന്നത് 9ാമത്തെ വളവിലാണ്. ഓക്കെ, 9ാമത്തെ വളവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞു കേൾവിയാണ് ഞാൻ പറയുകയാണ്. ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ചൂടാണെങ്കിലും കൈ വെളിയിലോട്ട് ഇട്ടപ്പോൾ ഒരു ചെറിയ തണുപ്പടിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്ന് പറയരുത്, 9ാം വളവല്ല. പുറയിലൊരു വണ്ടി കിടന്ന് ഹോൺ അടിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ എനിക്ക് കാണിച്ചു തരാം. പക്ഷെ കാണണമെന്നുണ്ടോ? നല്ല സുന്ദര ശ്യാമസുന്ദര അതെ, ആ വണ്ടിയാണ് നമ്മുടെ പുറകെ കിടന്ന് ഹോണടിച്ചത് കേട്ടോ. പ്രത്യേകിച്ച് ഈ വളർത്തി വരുമ്പോൾ ഭയങ്കര ഹോണടിക്കുന്നത്. അല്ലെങ്കിൽ കയറി പോകുന്ന വണ്ടി, കാരണം ഒട്ടുമിക്ക വാഹനങ്ങളും അങ്ങനെയാണ്. ഈ പൊന്മുടിയിലേക്ക് 10 കിലോമീറ്റർ. അപ്പൊ ഇത് നമ്മൾ പൊന്മുടി എത്തുന്നതിന് മുന്നായിട്ട് താഴെയാണ്. ഇവിടെ കുറെ കടകളുണ്ട്. കടയില് ഉപ്പിലിട്ടത്, പിന്നെ അതിനടുത്തായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് ക്രിക്കറ്റ്. അതായത് നമ്മൾ ഇച്ചിരി കൂടെ മുന്നോട്ട് പോകുമ്പോൾ നല്ല സൂപ്പർ ഒരു ഗ്രൗണ്ടാണ്. കാണാനൊക്കെ നല്ല ഭംഗിയാണ് ആ ഗ്രൗണ്ട് കാണാനായിട്ട്. ഞാനത് കാണിക്കാം നിങ്ങളെ. ഒരുപാട് പേര് അത് നോക്കുന്നുണ്ട്. കണ്ട വണ്ടികൾ നിർത്തിയിട്ടിട്ട് കണ്ട. ഈ ഒരു രംഗം കാണുമ്പോ എനിക്ക് ചില സിനിമയ്ക്കകത്തൊക്കെ കാണിച്ചത് ഓർമ്മ വരും. സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? കിടുവല്ലേ? കണ്ട, എല്ലാരും അവിടെ ഫോക്കസ് ചെയ്ത് നിൽക്കുക ചെയ്യുന്നേ. എന്താ ഇവിടെ നല്ല രസമുള്ള ഒരു വനമാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ആ 2 വശത്തുനിന്ന് മൂടിക്കിടക്കുന്ന കാട്, മരത്തിന്റെ ചില്ലകൾ, റോഡ്, ഒരു സൂപ്പർ വൈവാണ്. അതാണ് പൊന്മുടി. തണുപ്പൊന്നും ആയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. കണ്ടോ 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 കണ്ടോ, രസമുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ വന്ന ഏരിയ. ഇപ്പോഴത്തെ സമയം കാണിച്ചു തരാം, ഇനിയുള്ള അങ്ങോട്ടുള്ളതും കാണിച്ചു തരാം. ഓക്കേ, സ്കൂളിലൂടെയൊക്കെ പോണ്. അപ്പം നമ്മളിങ്ങനെ നിൽക്കുന്നു. ദോ പോണൊരുത്തി. നമ്മുടെ വണ്ടി ഇതുപോലെ അവിടെ കിടക്കുന്നു. ഇനി വേണം നമുക്ക് ഇതിൻ്റെ മണ്ടയിലൊന്ന് കയറാനായിട്ട്. ഞാനിതൊന്ന് നീട്ടിക്കോട്ടെ. കണ്ട മഞ്ഞായില്ല. മഞ്ഞാകുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ എടുക്കാം. ഓക്കെ, ഏതാണ്ടൊക്കെ ചോദിച്ചിട്ട് കണ്ണാടിയും വെച്ച് വരുന്നുണ്ട് മേഡം. താരം ഉദയനാണ്, താരത്തിലെ മീന വരുന്നു. ആ, എന്താണ് മേഡം പറഞ്ഞോളൂ, താങ്കൾക്ക് പറയാനുള്ള പറയൂ. പിന്നെ അവിടെ താഴെ വരെ പോകാൻ പറ്റും, നമുക്കൊന്ന് പോയാല്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അപ്പൊ ഞങ്ങൾ ഇതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് വരാം. സുസ്മിത കൂടുണ്ട്. സുസ്മിത നമ്മളങ്ങനെ ഇതിനകത്തോട്ട് കയറുകയാണ്. കുറേ വിദേശ വനിതകളുണ്ട്. എന്താ അവരെയും കൊണ്ടൊക്കെ ഇങ്ങനെ പോവുകയാണ്. കണ്ട വണ്ടിയിൽ കണ്ട ഇതുവരെ നമ്മളവിടെ ഒന്നും കയറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ഇച്ചിരി തിരക്ക് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അവിടെ നമ്മൾ പോകില്ല കേട്ടോ. സോറി, ഐ എം സോറി, വെരി സോറി.
ഇല്ല, നമ്മൾ കയറൂല. നമ്മൾ നടന്ന് കുറച്ച് ദൂരം അവിടം വരെ പോയിട്ട് ഇനി വരും. ഇത് ജോഗിങ്ങിന് പോവാ. കണ്ട അവിടെ കേറാൻ പറ്റില്ല, അവിടെ പൊളിഞ്ഞടക്കാണ്. കണ്ട. അപ്പൊ ഞങ്ങള് എന്നൊക്കെ പറയും, ഇത് ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നതാണ്. ഹായ് 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 ഹായ്. കണ്ടോ, ഇതാണ് ഞങ്ങൾ പോകുന്ന വഴികൾ. എന്ത് ചന്തമാണ്. കണ്ട, നല്ല രസമുണ്ട്. ഓക്കെ, കൊള്ളാം. എൻ്റെ മുത്തുമണി. കൊള്ളാം കൊള്ളാം. അത്യാവശ്യം എടുത്തിയാളുടെ ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ നടന്നു കുഴഞ്ഞ് ഇവിടെ വന്നിരുന്നു. അപ്പുറത്ത് പോയപ്പോൾ ഇച്ചിരി തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ. എന്താ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് കാലുവശം എങ്ങനെയുണ്ട്? തമ്പുരാനല്ല, അവക്കടെ അച്ചായി. എന്റെ തമ്പുരാൻ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ കാട്ടുപേരനെ കണ്ടിട്ടില്ല, പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളൂ. ഇതാണ് പേര. ഉണ്ടാ കാട്ടുപേരയ്ക്ക് എടുത്ത് എന്താ, ഇതാണ് കാട്ടുപേര. ഇലയൊക്കെ അത്യാവശ്യം നമ്മുടെ ആ ഒരു ഇത് തന്നെ. എന്തായാലും ഞാനൊരു പേരയ്ക്ക് പറിച്ചു, കാട്ടുപേര. അപ്പോൾ കാട്ടുപേരയുടെ പൂവെന്ന് പറയുന്നത് ദാണ്ട ഇങ്ങനെയാണ്. ഇതാണ്. എവിടെയും പോകുന്ന വഴി വിളഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നോക്കാം പറിക്കാൻ. വേണ്ട. അപ്പം ഗൈസ്, നമ്മൾ എൻ്റെ മണ്ട കയറാൻ പറ്റിയൊരു സാഹചര്യമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, ആൾക്കാരെല്ലാം ഇറങ്ങി. കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഇത്രയും മൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടുത്തെ ഭാഗങ്ങൾ. ഓക്കെ, അപ്പം ഞാനും എൻ്റെ മോളും ഇന്ന് വളരെ ഹാപ്പിയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആദ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്നത്തെ ദിവസം. അടിപൊളിയായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. എൻ്റെ മോൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ച ദിവസമാണ് ഇന്ന്. അവൾക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ്, പലയിടത്തും പോകാനുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ഹായ് ഗൈസ്. അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ പോയി വണ്ടി വരുന്നു. വലിയ കോടയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം അവിടെയുള്ള 1-2 സ്ഥലമൊക്കെ വീഡിയോ പിടിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. പ്രതീക്ഷിച്ച കണക്കുള്ള കോടയൊന്നുമില്ല കേട്ടോ. പിന്നെ ചെറിയൊരു തണുപ്പ്, നേരിയൊരു തണുപ്പുണ്ട്, അത്രയേ ഉള്ളു. വേറെ ഒന്നുമില്ല. സാധാരണ പോകുമ്പോൾ നല്ല മൂടി കിടക്കും, വഴി പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ പ്രതീക്ഷിച്ചു പോയി, നിരാശയായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.